ഇന്നത്തെ വീഡിയോ ഒരു നന്ദി വീഡിയോ ആണ്. കാരണം ആയുർവേദത്തെ വിശ്വസിക്കുകയും എന്നെ വിശ്വസിക്കുകയും ചെയ്ത് കുട്ടികളെ എന്നെ കാണിക്കുന്ന ഓരോ രക്ഷിതാക്കൾക്കുമുള്ള ഒരു നന്ദി വീഡിയോ ആണ്. കാരണം ഇന്നത്തെ ന്യൂസ് പേപ്പർ വായിച്ച് വളരെ വിഷമം തോന്നിയ ഒരു കാര്യമുണ്ട്. ചുമയുടെ മരുന്ന് കഴിച്ച് ഏകദേശം 18ഓളം കുട്ടികളാണ് മരണപ്പെട്ടിരിക്കുന്നത്. എൻ്റെയൊക്കെ പ്രാക്ടീസിൻ്റെ തുടക്കകാലത്ത് ഒരു 10-18 വർഷത്തിന് മുമ്പുള്ള കാര്യമാണ്. ഏറ്റവും കൂടുതൽ കുട്ടികളെയും കൊണ്ട് രക്ഷിതാക്കൾ ആയുർവേദ ഡോക്ടർമാരുടെ അടുത്താണ് കൂടുതലായിട്ട് വന്നിരുന്നത്. കാരണം പനിക്കായാലും ജലദോഷത്തിനായാലും ചുമയ്ക്കായാലും അലർജിക്കായാലും കരപ്പനായാലും ഒക്കെ തന്നെ ആയുർവേദത്തിലായിരുന്നു കുട്ടികളെ കൊണ്ടുവന്നിരുന്നത്. എന്നാൽ ഇന്ന് കുട്ടികളെ കൊണ്ടുവരുമ്പോൾ തന്നെ പല രക്ഷിതാക്കളും വളരെ സന്ദേഹമാണ്. കാരണം പലപ്പോഴും ചോദിക്കാറുണ്ട്, ഡോക്ടറെ ചില മരുന്നുകളൊക്കെ നമ്മൾ കൊടുക്കുമ്പം ചിലത് തേനിനകത്ത് കഴിക്കാൻ പറയും, ചിലത് ഇഞ്ചിക്കകത്ത് കഴിക്കാൻ പറയും, ചിലത് ചുക്കുവെള്ളത്തിനകത്ത്, ചിലത് ജീരവെള്ളത്തിനകത്ത്, തുളസി നീരിനകത്ത്, അങ്ങനെ ഓരോ കോമ്പിനേഷനിലാണ് നമ്മൾ മിക്ക മരുന്നുകളും കൊടുക്കുന്നത്. അപ്പോൾ അത് ഓരോരുത്തരുടെ അവസ്ഥയ്ക്ക് അനുസരിച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒക്കെ തന്നെ ഇത് ഇത്ര മെനക്കെട്ട് കൊടുക്കണമല്ലോ എന്നൊക്കെ തന്നെ ചില പേരൻസൊക്കെ കംപ്ലൈൻറ്റ് പറയാറുണ്ട്. പലപ്പോഴും ഇന്ന് പേരൻസിനൊക്കെ സമയക്കുറവ് കാണും. പെട്ടെന്ന് നമുക്ക് പനി മാറണമെന്നുള്ളൊരവസ്ഥയിൽ നമുക്ക് മറ്റു മരുന്നുകളും അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്കുകളുടെ ഒക്കെ അമിത ഉപയോഗമാണ് ഇന്ന് കണ്ടുവരുന്നത്. അതുപോലെ നമ്മുടെ കുട്ടികളൊക്കെ തന്നെ ഒരുപാട് രോഗങ്ങൾ, ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് മൂലം ഒരുപാട് രോഗങ്ങളുണ്ട്. അലർജി ആയാലും മിക്ക കുട്ടികൾക്കും അലർജി ടെൻഡൻസിയാണ്. കാരണം മാറി വന്ന ഭക്ഷണ സംസ്കാരങ്ങളിലൊക്കെ കാരണം കൊണ്ട് നമ്മുടെ കുട്ടികളൊക്കെ മിക്കപ്പോഴും മാസത്തിലും 2 മാസം കൂടുമ്പോഴൊക്കെ അടിക്കടിക്ക് പനി വരുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇവരൊക്കെ തന്നെ കൂടുതലായിട്ടും അലോപ്പതിയൊക്കെ കഴിച്ച് അല്ലെങ്കിൽ മിക്കവാറും ആൻറ്റിബയോട്ടിക്കുകളുടെയൊക്കെ അമിത ഉപയോഗം മൂലം എപ്പോഴും പനി വരുമ്പോൾ ഒരു സെക്കൻഡറി ആയിട്ട് ആയുർവേദം ചൂസ് ചെയ്തിട്ട് നമ്മുടെ അടുത്ത് വന്ന് മരുന്ന് കഴിക്കുകയും അവരുടെ ഒരു ദൈനംദിന ജീവിതത്തിൽ എന്തൊക്കെ ഫോളോ ചെയ്യണമെന്നൊക്കെ തന്നെ പറയുമ്പോൾ തന്നെ അവരുടെ അലർജിയും പനിയും ഇത്യാദി രോഗങ്ങളൊക്കെ തന്നെ മാറി അവർക്ക് ഇമ്മ്യൂണിറ്റി ഒക്കെ വർദ്ധിപ്പിക്കാനുള്ള മരുന്നുകളൊക്കെ കൊടുത്ത് നമ്മുടെ കുട്ടികളുടെയൊക്കെ തന്നെ ആരോഗ്യം മെച്ചപ്പെടുന്നതായിട്ട് കണ്ടുവരുന്നത്. എന്നാൽ ചില പേരൻസ് ഒക്കെ നമ്മുടെ അടുത്ത് വരുമ്പോൾ, ഡോക്ടറെ ചൂട് കൂടിപ്പോയാൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ കൂടിപ്പോയാൽ എന്ത് ചെയ്യും, കഫക്കെട്ട് കൂടിപ്പോയി ന്യൂമോണിയ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ അവരെ നിരുത്സാഹപ്പെടുത്തി അവരുടെ ചുറ്റുപാടുമുള്ളവരും തന്നെ ചോദിക്കാറുണ്ട്, ആയുർവേദം കഴിച്ചു കഴിഞ്ഞാൽ മാറുമോ, അല്ലെങ്കിൽ ഇത് കഴിച്ച് ഇത് കൂടത്തില്ലയോ എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ ഇവരോടൊക്കെ തന്നെ പറയാറുണ്ട്, ഇന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് പോകാൻ ഒരു തരത്തിലുള്ള തീവ്രതയിലോട് നമ്മുടെ കുട്ടികളെ നയിപ്പിക്കത്തില്ല. ഇത് നമ്മുടെ കുട്ടികളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ള ഒരു ദൗത്യം മുന്നിൽ കണ്ടുകൊണ്ട് ഏത് വൈദ്യശാസ്ത്രമാണോ വേണ്ടത് അത് ഉപയോഗിക്കാൻ തന്നെ ഞാൻ പറയാറുണ്ട്. കാരണം എല്ലാ വൈദ്യശാസ്ത്രങ്ങൾക്കും അതിൻ്റെതായ ലിമിറ്റേഷൻസും ഉണ്ട്. അപ്പം നമ്മുടെ കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ട ഓരോ മാതാപിതാക്കളുടെയും കടമയാണ്. കാരണം ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ രാഷ്ട്രത്തിന്റെ ഭാവി. നമ്മുടെ കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിക്കുക, നമ്മുടെ കുട്ടികളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക, ഇതെല്ലാം നമ്മുടെ ആയുർവേദം കൊണ്ട് സാധിക്കുന്നതാണ്. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി.